അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. മീൻസ് ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ശരിക്കും ഇവരായിട്ട് ഫ്രണ്ട്ലി ആയത് എങ്ങനെയാണെന്ന് അറിയോ? ഞാനിങ്ങനെ പറഞ്ഞിട്ടാ മേഡം കയറിയ മേഡം കാരണം ഞാൻ റെഡ് കാർപ്പറ്റിലോട്ടൊക്കെ കയറിയായിരുന്നു. അപ്പൊ എവിടെ പറഞ്ഞ ഇങ്ങനെ ശിവരാത്രി നടക്കണല്ലേ, അപ്പോ വണ്ടി റെഡ് കാർപ്പറ്റിലോട്ടൊക്കെ കയറി എല്ലാരും നോക്കണായിരുന്നു എന്ന് പറഞ്ഞു. അത് ശരിക്കും എല്ലാരും നോക്കിട്ടാ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ. വണ്ടി അങ്ങനെ കയറ്റാൻ പാടില്ലെന്ന് തോന്നണ്. പിന്നെ ഉത്സവം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥനയും കാര്യങ്ങളും നടക്കണതൊന്നും അവിടെയല്ല, അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷെ എന്നാലും ഒരു റെഡ് കാർപ്പറ്റിലൂടെ കാറൊക്കെ ഓടിച്ച് കസ്റ്റമർ പിക്കാൻ വേണ്ടി പോയ സീനൊന്നും ആലോചിച്ചൊക്കെ കഴിച്ച. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ള് കോമഡി മൂടായിരുന്നില്ല. നൈസ് വൈബ് എന്ന് പറഞ്ഞാൽ നൈസ് വൈബ്. ഓക്കെ, ഹാപ്പി. അപ്പൊ ഇനി അടുത്ത കസ്റ്റമർ ആയിട്ട് എന്നിട്ട് ബാക്കി പറയാം. പറയാൻ മറന്നുപോയിടാ, 495 സംതിങ് എന്തോ ആണ് കാണിച്ചത് കേട്ടാ. 100 റുപ്പീസിൻ്റെ അടുത്ത് എനിക്ക് മേഡം ടിപ്പ് തന്നിട്ടാ. ഞാൻ പറയാം ഇറ്റ്സ് ഓക്കെ എന്ന് പറയാ. ഇല്ല, അത് നിനക്കുള്ളതാ എന്ന് പറയാം. താങ്ക് യു സോ മച്ച്. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കസ്റ്റമർ, നല്ലോണം സംസാരിക്കുന്ന ഒരച്ഛനും അമ്മയും, അടിപൊളി. എന്തായാലും നല്ലൊരു പോസിറ്റീവ് മൈൻഡായിരുന്നു കേട്ടോ എനിക്ക് കസ്റ്റമറായിട്ട്. ഹാപ്പി കസ്റ്റമർ. ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു വെരി ഇൻട്രസ്റ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാന്നൊക്കെ പറഞ്ഞു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോഴേ ഈ ഒരു ഫീൽഡ് അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കുറേ പേര് ഇത്രയും നല്ല മനുഷ്യന്മാരെ, പല രീതിയിലുള്ള മനുഷ്യന്മാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും കേട്ടോ ഈ ഫീൽഡിൽ. പക്ഷേ ഇതേപോലെ ട്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഷോ ആയിരിക്കും. സോ അങ്ങനെയും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സ് അങ്ങോട്ട് സെറ്റ്. തൃപ്പൂണിത്തറയിലേക്ക് ഒരു ട്രിപ്പ് വന്നിട്ട് എനിക്ക്, പക്ഷെ ഞാനത് എടുത്തില്ല. ഓക്കെ, നമ്മുടെ ഏരിയൻ്റെ അങ്ങോട്ടേക്ക് എല്ലാം കിട്ടുമോ നോക്കാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, എന്തായാലും ട്രിപ്പ് വരും.